നമ്മൾ ഇനി ഈ സെഷനിൽ പഠിക്കാൻ പോകുന്ന ആംഫിബോളിക് പാത്വേ ആണ് കേട്ടോ. റെസ്പിറേഷൻ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് എ കാറ്റബോളിക് പാത്വേ. കാറ്റബോളിക് പാത്വേ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്രേക്ക് ഡൗൺ പ്രോസസ് ആണ് അല്ലെ. കാറ്റബോളിക് പാത്വേയുടെ ഒപ്പം അനാബോളിക് പാത്വേയും കൂടെ ഇവിടെ നടക്കുന്നുണ്ട്. കുറെ ബിൽഡപ്പ് റിയാക്ഷൻസും നടക്കുന്നുണ്ട്. അതെന്താണ് എന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ റെസ്പിറേഷൻ പ്രോസസ്സിൽ നമുക്ക് കാറ്റബോളിസവും കാണാൻ പറ്റും, അതേപോലെ തന്നെ കുറച്ച് മോളിക്യൂൾസ് സിന്തസൈസ് ചെയ്യുന്നതും കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ആംഫിബോളിക് പാത്വേ എന്ന് പറയും. ആംഫിബോളിക് പാത്വേ എന്ന് പറയുന്നത് എന്ത് അർത്ഥത്തിലാണെന്നാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ഹിയർ ഇറ്റ് ഈസ് സേ ആസ് ആംഫിബോളിക് പാത്വേ ബിക്കോസ് carbohydrate, when it is splitted in the form of glucose molecule, that glucose molecule it enter into glycolysis pathway. Glucose molecule glycolysis pathway like entry. Then namukariyan that will produce pyruvic acid in glycolysis. Pyruvic acid ആണ് glycolysis-ന്റെ end product എന്ന് പറയുന്നത്. ഒന്നുപോലെ pyruvic acid aerobic respiration-ലേക്ക് enter ചെയ്യും അല്ലെങ്കിൽ fermentation-ലേക്ക് enter ചെയ്യും അല്ലേ. ഇനി നമ്മൾ നോക്കിയ ഫാറ്റ് എന്ന് പറയുന്ന മോളിക്യൂൾ ദാറ്റ് ഈസ് ഓൾസോ വിൽ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഫാറ്റി ആസിഡ് കണ്ടോ, ഇറ്റ് വിൽ ബി എൻറ്റേർഡ് ഇൻ ടു അസറ്റൈൽ കോഎൻസൈം എ. ആ ഫാറ്റി ആസിഡ് രണ്ട് കാർബൺ കോമ്പൗണ്ട് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അസറ്റൈൽ കോഎൻസൈം എ ആയിട്ട് മാറും. ഈ അസറ്റൈൽ കോഎൻസൈം എ എങ്ങോട്ട് എൻ്റർ ചെയ്യും? ക്രെബ്സ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യും. അതേപോലെ തന്നെ ഗ്ലിസറോൾ ഇറ്റ് ഈസ് produced from this fat. Fat digest ചെയ്ത ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആണ് ആവുന്നത് അല്ലേ. അപ്പൊ ആ ഗ്ലിസറോൾ വന്നിട്ട് എങ്ങോട്ട് എൻ്റർ ചെയ്യും? ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ആ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് വീണ്ടും ഗ്ലൈക്കോളിസിസ് കണ്ടിന്യൂ ചെയ്തിട്ട് സെയിം പ്രോസസ്, അതായത് കാറ്റബോളിക് റിയാക്ഷൻ നടക്കും. ഇനി പ്രോട്ടീൻ വന്നിട്ട് ഡൈജസ്റ്റ് ആയി അമിനോ ആസിഡ് ആവും. അമിനോ ആസിഡ് നേരെ പൈറുവിക് ആസിഡ് ആയിട്ട് മാറും അല്ലെ. സോ ഹിയർ if this dihydroxyacetone phosphate is there or glyceraldehyde 3-phosphate is there, adina glycerol synthesize cheyam. Glyceraldehyde 3-phosphate from where the glycerol can be synthesized. അതേപോലെ pyruvic acid from where the amino acid can be synthesized. അപ്പൊ നോക്കിക്കേ, ഈ pyruvic acid ന്ന് amino acid building process ആണ് അവിടെ നടക്കുന്നത് അല്ലേ. അതേപോലെ അസറ്റൈൽ കോഎൻസൈം എ, അസറ്റൈൽ ഗ്രൂപ്പ് എല്ലാം ചേർത്ത് വെച്ചാൽ അവിടെ എന്തുണ്ടാക്കാം? ഫാറ്റി ആസിഡും ഉണ്ടാക്കാം. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫാറ്റി ആസിഡ് ഒക്കെ എപ്പോഴും അതിനകത്ത് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആയിരിക്കും ഉണ്ടാവുക അല്ലെ. പാൽമിറ്റിക് ആസിഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫാറ്റി ആസിഡിന് കുറെ എക്സാമ്പിൾസ് ആണ് പാൽമിറ്റിക് ആസിഡ്. പാൽമിറ്റിക് ആസിഡിനകത്ത് 16 കാർബൺ ആറ്റംസ് ഉണ്ട്. അതേപോലെ സ്റ്റിയറിക് ആസിഡിനകത്ത് എത്ര കാർബൺ ആറ്റം ഉണ്ട്? 18 കാർബൺ ആറ്റം ഉണ്ട്. അതേപോലെ അരാക്കിഡോണിക് ആസിഡ് 20 കാർബൺ ആറ്റംസ് ഉണ്ട്. ലിനോലെനിക് ആസിഡ് ഇതിനകത്ത് രണ്ടെണ്ണത്തിനകത്തും 18 കാർബൺ ആറ്റംസ് ഉണ്ട്. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റം കണ്ടെയ്നിങ് ഫാറ്റി ആസിഡ് പറഞ്ഞോ? ഇല്ല. അപ്പൊ ഫാറ്റി ആസിഡിനകത്ത് എപ്പോഴും എത്ര നമ്പർ കാർബൺ ആറ്റം ആയിരിക്കും? രണ്ട് കാർബൺ ഉള്ള അസറ്റൈൽ ഗ്രൂപ്പ് ചേർത്ത് വെച്ചിട്ടാണ് എന്തുണ്ടാകുന്നത്? ഫാറ്റി ആസിഡ് ഉണ്ടാകുന്നത്. നമ്മൾ പറയില്ലേ, ഒരുപാട് സ്റ്റാർച്ച് കഴിച്ചാൽ എന്തായിട്ട് മാറത്തോ? ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും. നമ്മുടെ ബോഡിയിലൊക്കെ ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് ഗ്ലൈക്കോജൻ അല്ല, ഫാറ്റാണ് നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ സ്റ്റോർ ചെയ്യുന്നത്. ആ ഫാറ്റിന്റെ സിന്തസിസ് നടക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഗ്ലൈക്കോളിസിസ് നടന്ന് അസറ്റൈൽ കോഎൻസൈം എ ആയിട്ട് മാറി. അസറ്റൈൽ കോഎൻസൈം എ എന്നാണ് അവിടെ ഫാറ്റ് ഉണ്ടാകുന്നത്, ഫാറ്റി ആസിഡ് ഉണ്ടാകുന്നത്. ആ ഫാറ്റി ആസിഡും ഗ്ലിസറോൾ വിച്ച് ഇസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദിസ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ദ ഫോം ഓഫ് എ ഫാറ്റ്. അത് ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഫാറ്റ് ബിൽഡിംഗ് ഉണ്ടാകുന്നുണ്ട്, പ്രോട്ടീൻ ബിൽഡിംഗ്, അമിനോ ആസിഡ് ബിൽഡപ്പ് ഉണ്ടാകുന്നുണ്ട്. അതേപോലെ ഇതൊക്കെ നടക്കുന്ന എവിടെ നിന്നാണ്? ഏതൊക്കെയോ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ് ഓഫ് ദിസ് റെസ്പിറേഷൻ. അപ്പൊ റെസ്പിറേഷന്റെ ഇടയ്ക്കിടയ്ക്കുള്ള സ്റ്റെപ്പ് ചെയ്യുന്ന ബിൽഡിംഗ് പ്രോസസ്സ് നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിന് എന്ത് പറയാം? ആംഫിബോളിക് പാത്വേ എന്ന് പറയാം. So amphibolic pathway in which we can see fat when it is undergoing digestion, fatty acid and glycerol will be formed. Fatty acid it enter into respiration through acetyl coenzyme A. Glycerol enter into respiration through dihydroxyacetone phosphate. This acetyl group it can be used for synthesizing fatty acid. Dihydroxyacetone phosphate is used for synthesizing glycerol molecule. When both combine together it will become fat. So ജസ്റ്റ് റിവേഴ്സ് റിയാക്ഷൻ നോക്കി കഴിഞ്ഞാൽ അതൊരു ബിൽഡപ്പ് പ്രോസസ് ആണ്. അതേപോലെ തന്നെ വി ക്യാൻ സി പ്രോട്ടീൻ ഇറ്റ് അണ്ടർഗോ ഡൈജഷൻ ഇൻ ദ ഫോം ഓഫ് അമിനോ ആസിഡ്. അമിനോ ആസിഡ് വിൽ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ദ ഫോം ഓഫ് പൈറുവിക് ആസിഡ്. പൈറുവിക് ആസിഡ് അഗെയിൻ ഇറ്റ് ക്യാൻ അണ്ടർഗോ ആമിനേഷൻ റിയാക്ഷൻ, അതായത് അമിനോ ഗ്രൂപ്പ് അഡീഷൻ, and it can convert in the form of amino acid again. And amino acid when it join together it can build up protein. So here
both the catabolic activity and anabolic activity we can see in this reaction, so it is called as amphibolic pathway. അതേപോലെ Krebs cycle-ലേക്ക് എൻ്റർ ചെയ്യുന്ന acetyl coenzyme A, it will be converted in the form of carbon dioxide and water by releasing ATP molecule. Okay, അപ്പോൾ ഇതാണ് amphibolic reaction എന്ന് പറയുന്നത്. This is amphibolic pathway. Okay, so next session നമുക്ക് respiratory quotient പഠിക്കാം കേട്ടോ.